വയനാട്ടിൽ വീണ്ടും കടുവാ സാന്നിധ്യം. ഇന്നലെ രാത്രിയാണ് വയനാട് മാനന്തവാടി പാരിസൺസ് ടീ എസ്റ്റേറ്റിലെ 22-ാം നമ്പർ തോട്ടത്തിൽ കടുവയെ കണ്ടത്. സ്ഥലത്ത് വനം വകുപ്പ് തെരച്ചിൽ നടത്തുകയാണ്. ജയരാജ് ബത്തേരി വിവരങ്ങളുമായി. ജയരാജ്, എന്താണ് വിശദാംശങ്ങൾ? ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വയനാട്ടിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് വയനാട് മാനന്തവാടി ചിറക്കര പാരിസൺസ് ടീ എസ്റ്റേറ്റിലെ 22-ാം നമ്പർ തോട്ടത്തിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞത്. ഇപ്പോൾ സ്ഥലത്ത് വനം വകുപ്പ് തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ മേഖലയിൽ മുൻപും പലതവണ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. പാരിസൺ എസ്റ്റേറ്റ് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ അവിടെ വന്യമൃഗങ്ങൾ വരുന്നത് ഒരു അസാധാരണമായ ഒന്നല്ല എന്നാണ് പറയാനുള്ളത്. എന്തായാലും വയനാട്ടിലെ തോട്ടമേഖലകളിൽ, പ്രത്യേകിച്ച് പാരിസൺ എസ്റ്റേറ്റ് പോലുള്ള വൻകിട തോട്ടങ്ങളിൽ കടുവയും പുലിയും ഇറങ്ങുന്നത് ഇടയ്ക്കിടെ സംഭവിക്കാറുണ്ട്. മുൻപ് പാരിസൺ എസ്റ്റേറ്റിലെ ലേബർ ലൈനുകൾക്ക് സമീപം കടുവയുടെ കാൽപ്പാടുകൾ കാണുകയും കന്നുകാലികളെ ആക്രമിക്കുകയും ചെയ്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ വനം വകുപ്പ് അവിടെ ക്യാമറ ട്രാപ്പുകൾ വയ്ക്കുകയും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയുമാണ് ചെയ്യാറുള്ളത്. എന്തായാലും ഇന്നലെ കടുവയെ കണ്ട ചിറക്കര ഭാഗത്ത് ഇപ്പോൾ വനം വകുപ്പ് തിരച്ചിൽ നടത്തുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, ജയരാജാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.